ഇന്നലെ താങ്കളുടെ വാർത്ത കൊടുത്തതിന് ശേഷം ഇടതുപക്ഷ സൈബർ ഹാൻഡിലിനൊക്കെ വളരെ രൂക്ഷമായ വിമർശനമാണ് താങ്കൾക്കെതിരെ വരുന്നത്. ഒറ്റ പാർട്ടിയെ ഒറ്റുകൊടുക്കില്ല എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്താണ് അത്തരക്കാരോട് പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആ അർത്ഥത്തിൽ തന്നെ ഞാൻ ഇപ്പോഴൊന്ന് സ്റ്റാൻഡ് നിൽക്കുന്നത്. ഇത് ഒറ്റ കൊടുക്കലല്ലോ. എന്നെ പടിയടിച്ച് പിണ്ടം വെച്ചു അല്ലെങ്കിൽ 100 തവണ അപ്പീൽ കൊടുത്താലും തിരിച്ചെടുക്കില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പാർട്ടി അനുഭാവിയെ തുടരാൻ ഒരു പ്രയാസമില്ല. ഞാൻ ഇത്രയും കാലം അങ്ങനെയല്ലേ ചെയ്തത്. സ്വാഭാവികമായിട്ട് അപമാനിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇൻസൾട്ടിംഗ് ആണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇടതുപക്ഷ മനസ്സോടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. അതിന് കൈമോശം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഒറ്റുകാരനല്ല. അങ്ങനെ ആവാൻ എന്നെക്കൊണ്ട് പറ്റില്ല. മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ജയിക്കുമോ? എന്നെ പാർട്ടി പഠിപ്പിച്ച വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പറയാനുള്ളൊരു വേദിയാണ്. ഏത് തെരഞ്ഞെടുപ്പായാലും, അതിപ്പോൾ തദ്ദേശമായാലും പാർലമെൻറ്റായാലും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പായാലും, തെരഞ്ഞെടുപ്പ് നമ്മുടെ രാഷ്ട്രീയം നന്നായി പറയാനുള്ളൊരു വേദിയാണ്. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം ജാർഖണ്ഡിലും ഒറീസയിലും എല്ലാം മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം പറയാനുള്ളൊരു വേദി നമുക്ക് പറ്റാവുന്ന സ്ഥലത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രചരണത്തിന് ഏറ്റവും വലിയ ആയുധം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയണം. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവർ നന്നായി രാഷ്ട്രീയം പറയാവുന്നൊരു വേദി രാഷ്ട്രീയം മാത്രമേ പറയാവൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ ചിലപ്പോൾ വ്യക്തിപരമായി മാറാറുണ്ട്, പല തെരഞ്ഞെടുപ്പുകളും. അത് തെറ്റാണെന്ന് എൻ്റെ അഭിപ്രായം.